ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. നല്ല അടിപൊളിയായിട്ടുള്ള റെമഡിയുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിക്കോളൂ. അത്രയും ബെസ്റ്റ് ആയിട്ടുള്ള റെമഡിയാണ് കേട്ടോ. എത്രയൊക്കെ നോക്കിയിട്ട് മുടി വളരുന്നില്ല എന്ന് പറയുന്നവർക്കും, അതേപോലെ തന്നെ മുടി നല്ല രീതിയിൽ നരച്ചു തുടങ്ങി എന്ന് പറയുന്നവർക്കും ഏറ്റവും നല്ലൊരു പരിഹാരമാണ് കേട്ടോ. പ്രത്യേകിച്ചും കൊഴിഞ്ഞു പോയ ഇടങ്ങളിൽ പുതിയ പുതിയ മുടികൾ വളരാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന തരത്തിലുള്ള സൂപ്പർബായിട്ടുള്ള റെമഡിയുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട അവസാനം വരെ കാണണം, എന്നാലേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുള്ളൂ. അപ്പോൾ യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ. പിന്നെ പ്രത്യേകിച്ചും നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ വേണം കേട്ടോ. ഷെയർ ചെയ്ത് കൊടുത്താലേ നമ്മളുടെ വീഡിയോസ് കൂടുതൽ പേരിലേക്ക് എത്തുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത്. കുറേ പേര് അധികം പേരും വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ അടുത്തടുത്ത വീഡിയോസൊക്കെ ഇതുപോലെയുള്ള നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ കിഡിലൻ ഹെയർ പാക്കിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ആദ്യത്തെയും മെയിനുമായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. നമ്മളുടെ കിഴാർനെല്ലിയാണ്. എല്ലാവരുടെയും പറമ്പിൽ കാണുന്നൊരു സാധനമാണ്. പ്രത്യേകിച്ചും മഴയൊക്കെ ഇങ്ങനെ പെയ്തും തോന്നൊക്കെ നിൽക്കുന്ന സമയമല്ല. അപ്പോൾ നല്ല രീതിയിൽ എല്ലായിടത്തും ഉള്ള ഒരു സംഭവമാണ്. എനിക്കിവിടെ ധാരാളമായിട്ട് എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും ഞാൻ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നു ഇത് എനിക്ക് അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ അത് കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ തന്നെ നമുക്കത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നും. അത് വേസ്റ്റാക്കി കളയാൻ വേണ്ടിയിട്ട് ആർക്കും തോന്നില്ല. അത്രയും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് കിഴാർനെല്ലി എന്ന് പറഞ്ഞാൽ. നമുക്ക് നെല്ലിക്ക തരുന്ന അതേ ഗുണം തന്നെയാണ് കിഴാർനെല്ലിയും നമുക്ക് തരുന്നത് കേട്ടോ. നല്ല രീതിയിൽ ഹെയർ ഗ്രോത്തും അല്ലെങ്കിൽ അകാല നരയൊക്കെ തടയാനും എല്ലാത്തിനും ബെസ്റ്റ് ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ കിഴാർനെല്ലി എന്ന് പറഞ്ഞത്. അതെ, ഇത്രയും സംഭവം മാത്രമേ കളയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് നമുക്ക് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം. അതിന് മുന്നേ നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിച്ചെടുത്തതിന് ശേഷം മാത്രമേ ബാക്കി 2 ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അരയ്ക്കുന്നതിന് മുന്നേ നമ്മളിപ്പോൾ ചേർക്കുന്നത് തേങ്ങയാണ് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ അളവിലൊക്കെ മതിയാവും. 2 ടീസ്പൂൺ എന്താ പറയുക, വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. 1 ടേബിൾ സ്പൂൺ അളവിലേ എനിക്ക് കാണുള്ളൂ. നിങ്ങൾക്ക് ഡ്രൈ ഹെയർ ഒക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും ഒരു 2 ടേബിൾ സ്പൂണൊക്കെ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. 1/2 ഗ്ലാസ് നിങ്ങൾ ഇത് അരിച്ചെടുക്കുന്ന ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് അത് അത്രയും വേണ്ട എന്നുണ്ടെങ്കിൽ അത് കണക്കാക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാം. കുറച്ചുകൂടി തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞാൻ വെറും 1/2 ഗ്ലാസ് വെള്ളമേ അതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ ജ്യൂസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മളിനി അടുത്തായിട്ട് ഒരു ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്, നമ്മൾ അരച്ചെടുത്തതിന് ശേഷം 2 എണ്ണം ചേർക്കണമെന്ന് പറഞ്ഞല്ലോ, അതിൽ ആദ്യത്തേത് മുട്ടയാണ് കേട്ടോ. ഞാൻ കുറേ ദിവസമായിട്ട് മുട്ട ചേർത്തിട്ടുള്ള ഹെയർ പാക്കുകളൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ വീക്ക്ലി വൺസ് എങ്കിലും ഒരു മുട്ടയെങ്കിലും നമ്മൾ വീക്ക്ലി നമ്മളുടെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണമെന്നാണ് പറയുന്നത്. അത്രയും ബെസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പം മുട്ട പറ്റാത്തവർക്ക് വേറെയും സംഭവങ്ങളുണ്ട്. നമ്മളുടെ ചെറുപയർ നല്ല ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. മുട്ട ഉപയോഗിക്കാത്തവർക്ക് ചെറുപയറായാലും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ മുട്ടയുടെ വെള്ളം മാത്രമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കാരണം ആ ചുവപ്പും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം, മുട്ടയുടെ ഉണ്ണിയും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. പക്ഷേ എങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു സ്മെല്ലുണ്ടാവും, അതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് ചേർത്ത് കൊടുക്കാത്തത് കേട്ടോ. അത് ഏറ്റവും ബെസ്റ്റാണ് ഡ്രൈ ഹെയറിന് ആ ഒരു സംഭവം കേട്ടോ. നമ്മുടെ മുട്ടയുടെ ആ ഒരു ഉണ്ണിയില്ലേ, അത് ഡ്രൈ ഹെയറുള്ള ആ ഡ്രൈ ഹെയർ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്ന ഫ്രിസി ആയിട്ടിരിക്കുന്ന ഭാഗത്ത് അത് അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ആ ഒരു ഫ്രിസ്നെസ്സും ഡ്രൈനെസ്സും നല്ല രീതിയിൽ മാറ്റിത്തരും. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് നമ്മളുടെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ആണ് കേട്ടോ. ഞാൻ ഒരു 2 എണ്ണം എടുക്കുന്നുണ്ട്. ആ 2 എണ്ണം ഫുള്ളായിട്ട് നമുക്ക് അതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇത് നല്ല രീതിയിൽ എന്താ പറയുക, നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ആരെങ്കിലും നമുക്ക് നല്ലൊരു പ്രോത്സാഹനം തന്നെ എങ്ങനെ ഇരിക്കും, അതേപോലെ ഒരു സംഭവമാണ് നമ്മളുടെ ഈ ഒരു വൈറ്റമിൻ ഇ നമുക്ക് തരുന്നത് കേട്ടോ. ഭയങ്കരമായിട്ട് മുടി വളർച്ചയ്ക്ക് ആക്കം കൂട്ടിത്തരികയാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് സ്കാൽപ്പൊക്കെ ക്ലീൻ ആവാനും അതേപോലെ തന്നെ സ്കാൽപ്പിലെ ഒരുപാട് പ്രശ്നങ്ങൾക്കും നമ്മളുടെ ഈ ഒരു വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ് നല്ലൊരു പരിഹാരമാണ് കേട്ടോ. നിങ്ങൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓയിലായിട്ട് കയ്യിലുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ.
അപ്പോൾ രണ്ടായാലും കുഴപ്പമില്ല. ഇതാകുമ്പോൾ കുറച്ച് വിലക്കുറവിൽ നമുക്ക് എല്ലാ മെഡിക്കൽ ഷോപ്പിലും വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത്രയും ഗുണവും ഉള്ളതാണ്. അപ്പോൾ ആരും മിസ്സാക്കരുത്. അപ്പോൾ ഈ 4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിന്ന് ഹെയർ പാക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. നിങ്ങൾക്ക് ഈ ഒരു കൺസിസ്റ്റൻസി കണ്ടല്ലോ, ഇത്രയും ലൂസ് വേണ്ട, കുറച്ച് തിക്കായിട്ട് വേണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വെള്ളം വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഒരു 1/4 ഗ്ലാസ് അല്ലെങ്കിൽ അതിന് താഴെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അത് അരച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ അരച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഒരു ജ്യൂസും കൂടിയിട്ട് നമുക്ക് കിട്ടില്ലേ. അതുകൊണ്ടാണ് കേട്ടോ അത്രയും ഒരു ലൂസായിട്ടിരിക്കുന്നത്. എനിക്ക് കുറച്ച് ലൂസായിട്ട് വേണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത്. അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. നമുക്കിതൊരു വീക്ക്ലി 2 പ്രാവശ്യം അല്ലെങ്കിൽ 1 പ്രാവശ്യം നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. സൂപ്പർബായിട്ടുള്ള റിസൾട്ട് തരുന്ന സാധനമാണ് കേട്ടോ. പ്രത്യേകിച്ചും മുടി കൊഴിഞ്ഞിട്ട് വളരാത്തവർക്കും അകാലം നിര തുടങ്ങിയവർക്കും ഒക്കെ നല്ലൊരു ഓപ്ഷനാണിത് കേട്ടോ. ഇതൊരു 15 to 20 മിനിറ്റ് നിങ്ങൾ വെച്ചാൽ മതിയാവും. നിങ്ങൾക്ക് അത്രയും സമയം വെക്കാൻ പറ്റില്ലെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും വെച്ചാൽ മതിയാവും കേട്ടോ. ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർ അത് കണക്കാക്കിയിട്ട് അത്രയും സമയം കുറച്ച് വെക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന അത്രയും സമയം നിങ്ങൾ വെക്കുക. അപ്പോൾ ഇത് വെച്ചിട്ട് പ്ലെയിൻ ആയിട്ട് വാഷ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരു മൈൽഡായിട്ടുള്ള ഷാമ്പു വെച്ചിട്ട് വാഷ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ പ്ലെയിനായിട്ട് വാഷ് ചെയ്യാനേ സജസ്റ്റ് ചെയ്യുള്ളൂ. കാരണം നമുക്ക് ഇതിൽ നമ്മൾ മുട്ട ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം ഡ്രൈനെസ് ഒക്കെ തരും. അതുകൊണ്ടാണ് നമ്മൾ കോക്കനട്ടും കൂടെ ഇട്ട് അതിൽ മിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ഡ്രൈനെസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുമാത്രമല്ല, കോക്കനട്ട് അത്രയും ബെസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമല്ലേ നമ്മളുടെ മുടിക്ക്. നമ്മളുടെ ഒരു എന്താ പറയുക, മോയ്സ്ചറായിട്ട് വെച്ചിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് തേങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇത് രണ്ടും കൂടിയിട്ടാകുമ്പോഴത്തേക്കും ആ ഒരു മുടിയുടെ മോയ്സ്ചർ കറക്റ്റ് ലെവലിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും കൂടിയിട്ട് തൊട്ട് പുരട്ടിയിട്ട് ഇത് അപ്ലൈ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈസി ആയിട്ട് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ വൈറ്റമിൻ ഇ ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ കാണുമല്ലോ. അത് പ്രത്യേകിച്ച് നമ്മൾ അത് നിങ്ങൾക്കിപ്പോൾ വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ എന്തായാലും മിസ് ചെയ്യാണ്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പെട്ടെന്നൊന്ന് ലൈക്ക് ചെയ്തിട്ട് പൊക്കോളൂ കേട്ടോ. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോലെ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പലരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടിട്ട് പോകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ വരെ ടാറ്റാ.